ഒന്നാം പ്രതിയാണ് മാലോകര്. മൂന്നാം പ്രതിക്ക് ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ഇല്ല, ലാഭത്തിന് മാത്രമേ ഷെയർ ഉള്ളൂ. ഈ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് പറയുന്ന എനിക്കും സംഘടിപ്പിക്കുന്ന സംഘാടകർക്കുമാണ് നാളെ ആഖിറത്തിൽ അല്ലാഹു പിടിച്ച് കയ്യും കെട്ടി നിർത്തിയിട്ട് പറയടാ നീ എന്തൊക്കെയാണ് ആ മജ്‌ലിസിൽ വെച്ച് വിളിച്ചു പറഞ്ഞത്, പറയടാ നീ എന്തൊക്കെയാണ് പറയിപ്പിച്ചത്. ആദ്യം ചോദ്യം ചെയ്യുക ഈ പറയുന്ന എന്നെയും പറയിപ്പിച്ച സംഘാടകരെയുമാണ്. ലാഭത്തിൽ ഷെയറുകാരായ മൂന്നാം കക്ഷിക്കാർ അവരോട് അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾക്ക് വല്ല ലാഭം കിട്ടിയോ അതോ നഷ്ടമാണോ കിട്ടിയത് എന്ന്. പറയാൻ എന്താ ഉദ്ദേശം പറയാൻ മനസ്സിലാക്കി പറഞ്ഞോളൂ, ഓരോരുത്തരും പറഞ്ഞോളൂ. ആരെയും പറയിപ്പിക്കാൻ കഴിയില്ലല്ലോ. ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നാവ് കൊണ്ടല്ലോ പറയിപ്പിക്കുക, കൈ കൊണ്ടല്ലേ പറയിപ്പിക്കുക. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. ചുഴലി അബ്ദുല്ലാഹ് മൗലവിന്റെ നാവ് കൊണ്ടല്ല പറയുക, നാളെ ഇത് നാവ് കൊണ്ട് പറയും. നാളെ ചുഴലി അബ്ദുല്ലാഹ് മൗലവിനെ കൊണ്ട് കൈ കൊണ്ട് പറയിപ്പിക്കുക. അല്ലാ പറ, ഇന്ന നാട്ടിൽ പോയിട്ട് പാതിരാക്ക് നീ ബൈക്ക് വെച്ചിട്ട് കൂക്കിയില്ല ഇന്നത്തെ കാര്യങ്ങൾ, പറ എന്തൊക്കെയാ പറഞ്ഞത് എന്ന്. എന്റെ കൈ സംസാരിക്കുമെന്ന് നല്ല ധൈര്യവും ബോധവും ഓരോ വാക്കും അമാനത്താണ് എന്ന വിശ്വാസവും കൊണ്ട് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങളോട് ഓരോ വിഷയങ്ങൾ സംസാരിക്കുന്നത്. ഇതിന്റെ ഫലം എന്താണെന്നോ, ഇതിന്റെ പിന്നിൽ അല്ല ലാഭം എന്താണെന്നോ, ഇവിടെ എന്താണ് നേടാൻ ഒന്നും എന്നെ സംബന്ധിച്ചോളം വിഷയമല്ല. നിങ്ങൾ ആരും പരിചയപ്പെടലോ, ഏതെങ്കിലും സംഘടന പരിചയപ്പെടുത്തി തരലോ, ഏതെങ്കിലും പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തി തരലോ, ഇതൊന്നും നമ്മുടെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല. നമ്മുടെ ലക്ഷ്യത്തിൽപ്പെട്ടത് എന്താ? മരിക്കലോടുകൂടി രക്ഷപ്പെടാനുള്ള പിടികയരെന്താ അത് ഓർമ്മിപ്പിക്കലാണ്. എന്നിട്ട് നമ്മളെന്ത് സ്ഥലം വിടും. നാളെ ആഖിറത്തിലെത്തിയാൽ മൗലവി ഒന്ന് പറഞ്ഞു തരാമായിരുന്നില്ലേ, ഒരു ദിവസമെങ്കിലും പറയാമായിരുന്നില്ലേ, എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുമായിരുന്നില്ലേ. നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്തിട്ടല്ലേ ഞങ്ങൾ ഈ ബുദ്ധിമുട്ടിനകപ്പെട്ടത് എന്ന് പറയാൻ ഇടവരാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ സംഘാടകർ ഗ്രാമങ്ങളോടും ഇത്തരം പണ്ഡിതന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന് കാര്യങ്ങൾ പറയുന്നത്. ആ വാക്ക് നാളെ ആഖിറത്തിൽ സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ്. നാളെ ആഖിറത്തിൽ ഈ മജ്‌ലിസും യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, യൗമഇദിൻ അന്നത്തെ ദിവസം തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമിക്ക് പറയാനുള്ളത് ഭൂമി പറയുന്ന ദിവസം. അപ്പോൾ അഷ്റഫുൽ ഖൽഖിനോട് ചോദിച്ചു സഹാബാക്കൾ, മാ അഖ്ബാറുഹാ യാ റസൂലല്ലാഹ്, ഭൂമിക്ക് എന്താണ് പറയാനുള്ളതെന്ന്, ഭൂമിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്, ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ നിന്നുകൊണ്ട് ഒരാളൊരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ചെയ്തു, ഒരടിമയായ ആണ് ചെയ്തു, ഒരടിമയായ ആണ് ഒരടിമയായ പെണ്ണ് ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്തു, നാളെ ആഖിറത്തില് ആ ഭൂമിയിലുള്ള സകല വസ്തുക്കളും ഈച്ചയും പാറ്റയും പ്രാണിയും അള്ളാന്റെ മുമ്പിൽ വെച്ച് പറയും, ഏ അല്ലാ, ഇന്നാലിന്നാണ് ഇന്നാലിന്ന പെണ്ണ് ഇന്ന രാജ്യത്ത് ഇന്ന തെങ്ങും തോട്ടത്തില് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ദിവസം ഇന്ന സമയം ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഇന്നത് ചെയ്തിട്ടുണ്ട് എന്ന് ആ പ്രദേശത്തുള്ള ഈച്ചയും പാറ്റയും പൂച്ചയും അല്ലാഹുവോട് സാക്ഷി പറയുന്നതാണ്. ഹാദിഹി അഖ്ബാറുഹാ, ഇതാണ് ഭൂമിക്ക് പറയാനുള്ളതെന്ന് അല്ലാഹു തആല ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എന്റെയും വിശ്വാസം, നിങ്ങളെയും വിശ്വാസം തന്നെ. ഈ തെങ്ങും തോട്ടവും ഈ സ്റ്റേജും ഈ ചീച്ചിയും പൂച്ചിയും പാറ്റിയും എല്ലാം നാളെ ആഖിറത്തിൽ തീർച്ച വല്ലാഹി റബ്ബുൽ തന്നെയാണ് സത്യം. ഈ പറഞ്ഞ വാക്കുകൾക്ക് സാക്ഷിയാണ്. അത്രേ ഉള്ളൂ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്രിസ്ത്യാനികളെ മുഴുവനും വിളിച്ചൊരുമിച്ചു കൂട്ടി അവരെ വിചാരണ ചെയ്യുകയാണ്. ആദ്യമായിട്ട് അവരോട് ചോദിക്കുന്നത്, ആരാണ് നിങ്ങളെ റബ്ബ്? ആരാണ് നിങ്ങളെ റബ്ബ്? ഇത് ചോദിക്കുന്ന എന്തിനാണെന്നറിയോ? അല്ലാഹ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആദമിന്റെ മുതുകിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ ഉൽപാദിപ്പിക്കപ്പെടാൻ പോകുന്ന സകല മനുഷ്യരുടെയും അർവാഹുകളെ അല്ലാഹ് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആലമുൽ അർവാഹിൽ വെച്ച് ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളെ റബ്ബ് എന്ന്. അന്ന് റൂഹുകൾ പറഞ്ഞിട്ടുണ്ട്, ഖാലൂ ബലാ, അതെ അല്ലാഹ് നീ തന്നെയാണ് റബ്ബ്. ഇന്ന് ക്രിസ്ത്യാനിയുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന റൂഹും അന്ന് അല്ലാഹ് റബ്ബാണ്
സമ്മതിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദുവിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന റൂഹും റബ്ബ് അല്ലാഹുവാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത്, അന്ന് നീ പറഞ്ഞ വാക്കുകൾക്ക് നാം സാക്ഷി നിന്നതാണ്. അത് നീ മാറ്റി പറയുന്നുണ്ടോ ഖിയാമത്ത് നാളിൽ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ വിചാരണ. അല്ലാഹു തആല നീ മാറ്റി പറയുന്നുണ്ടോ അതോ പണ്ട് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവണം. അതിനാണ് മഹ്ശറയിലെ ഒന്നാമത്തെ വിചാരണ. അല്ലാഹ് ചോദിക്കും, നിന്റെ റബ്ബാരായിരുന്നു, നിന്റെ മാലിക്, നിന്റെ ഉടമസ്ഥനാരായിരുന്നു, നിന്റെ ഖാലിഖ്, നിന്റെ കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു തന്നവനാരായിരുന്നു, നിന്റെ മുദബ്ബിർ, നിന്റെ കാര്യങ്ങളെ നിയന്ത്രിച്ചവനാരായിരുന്നു, നിനക്ക് കല്യാണം ശരിയാക്കി തന്നവനാരായിരുന്നു, നിനക്ക് മക്കളെ ശരിയാക്കി തന്നവനാരായിരുന്നു, നിന്റെ കച്ചവടത്തിന് ലാഭം തന്നതാരായിരുന്നു, നിനക്ക് മക്കളെ തന്നതാരായിരുന്നു, ആ മക്കളെയും പെമ്മക്കളെയും തന്നതാരായിരുന്നു. അല്ലാഹു തആല ചോദിക്കുന്നു, ആരാണ് നിന്റെ റബ്ബ് എന്ന്. കോടിക്കണക്കിന് വരുന്ന ക്രിസ്ത്യാനികൾ അല്ലാഹുവിനോട് മറുപടി പറയുകയാണ്, ഏ അല്ലാഹ്, ഞങ്ങൾ ആവശ്യക്കാരായിരുന്നു. ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഈസയെയാണ് വിളിച്ചത്, യേശുവിനെയാണ് വിളിച്ചത്. കല്യാണം കഴിച്ച് മക്കളെ കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ യേശുവിനെയാണ് വിളിച്ചിട്ട് ആവശ്യപ്പെട്ടത്. ചിലര് പറഞ്ഞു ഞങ്ങളെ മറിയത്തെയാണ് വിളിച്ചിട്ട് ആവശ്യപ്പെട്ടത്. അത് നിന്റെ നബിയാണല്ലോ അല്ലാഹ്, നിന്റെ മോനാണല്ലോ അല്ലാഹ്, നിന്റെ റസൂലാണല്ലോ അല്ലാഹ്, നിന്റെ പുത്രനാണല്ലോ അല്ലാഹ്, ഞങ്ങൾ അങ്ങനെയാണ് വിളിച്ച ആവശ്യപ്പെട്ടത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, നിങ്ങൾ ആവശ്യം പൂർത്തിയാക്കി കിട്ടിയിരുന്നോ? മക്കളെ ആവശ്യപ്പെട്ടിട്ട് മക്കളെ കിട്ടിയോ? കൃഷി ആവശ്യപ്പെട്ടിട്ട് കൃഷി കിട്ടിയോ? ശുശ്രൂഷ ആവശ്യപ്പെട്ടിട്ട് രോഗം മാറി കിട്ടിയോ? അന്ന് കയ്യാണ് വർത്താനം പറയുക. ആ മഹ്ശറയിൽ വെച്ച് ക്രിസ്ത്യാനികൾ പറയും, തീർച്ചയായും കിട്ടിപടച്ചവനെ, ഞങ്ങൾക്ക് യേശുവാണ് കുഞ്ഞുങ്ങളെ തന്നത്, യേശുവാണ് ഞങ്ങളെ മക്കളെ രോഗം മാറ്റി തന്നത്, യേശുവാണ് ഞങ്ങളെ കച്ചവടത്തിന് ലാഭം തന്നത്, യേശുവാണ് ഞങ്ങൾക്ക് വീട് പൂർത്തിയാക്കി തന്നത്, യേശുവാണ് ഞങ്ങളെ കുട്ടിന്റെ രോഗം മാറ്റി തന്നത് എന്നിങ്ങനെ അനുയായികള് യേശു നൽകിയത് ഇങ്ങനെ വിളിച്ച് പറയാൻ തുടങ്ങുമ്പോൾ അള്ളാന്റെ വിചാരണന്റെ രീതി അതാ അല്ലാഹ് ഈസ നബിനെ വിളിക്കലായി, ഈസാ റസൂലുള്ളാഹിയെ വിളിക്കലായി മഹ്ശറയിലേക്ക്. എന്നിട്ട് കോടിക്കണക്കിന് വരുന്ന ക്രിസ്ത്യാനികളുടെ മുമ്പിൽ ഈസ നബിയെ കൊണ്ടുവന്ന് നിർത്തലായി. എന്നിട്ട് അല്ലാഹ് ചോദ്യം ചെയ്യുകയാണ് ഈസ നബിയോട്. ബാക്കി അല്ലാഹ് തന്നെ പറയട്ടെ, വഇദ് ഖാലല്ലാഹു യാ ഈസ ഇബ്ന മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. അല്ലാഹു ചോദിക്കുന്ന സന്ദർഭം എന്താ ചോദിക്കുക? യാ ഈസ ഇബ്ന മറിയം, ഓ മറിയമിന്റെ മകൻ യേശു, അഅന്ത ഖുൽത, നീയാണോ ഈ ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞു കൊടുത്തത്, ഇത്തഖിദൂനി വ ഉമ്മിയ, എന്നെയും എന്റെ ഉമ്മ മറിയത്തെയും ആക്കണമെന്ന്, ഇലാഹൈന്, രണ്ട് മഅബൂദുകളാക്കണമെന്ന്, രണ്ട് ആരാധിക്കപ്പെടുന്നവരാക്കണമെന്ന്. അതേ ആവശ്യങ്ങൾ നടത്തുന്നവൻ, ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നവൻ, സൃഷ്ടികളെ സൃഷ്ടിക്കുന്നവൻ, ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നവൻ, ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുന്നവൻ, രോഗങ്ങൾ മാറ്റിക്കൊടുക്കുന്നവൻ, കൃഷിയിൽ ഉൽപാദനം കൊടുക്കുന്നവൻ, ബുദ്ധിമുട്ടുകൾ നിറവേറ്റി കൊടുക്കുന്നവൻ, പ്രയാസങ്ങൾ ക്ലിയറാക്കി കൊടുക്കുന്നവൻ, എന്നെയും എന്റെ ഉമ്മാനെയും ആക്കണം അല്ലാഹുവിനെ കൂടാതെ എന്ന് ഈ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളോട് നീയാണോ യേശു പറഞ്ഞത് എന്ന് അല്ലാഹ് ചോദിക്കുമ്പോൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം നിന്നേടത്ത് നിന്ന് വിറക്കുകയാണ്. ഒരു റസൂലാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്, ഒരു നബിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നിന്നേടത്ത് നിന്ന് വിറക്കുകയാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ അല്ലാഹുവിനോട് മറുപടി പറയുന്ന വാക്ക് കേട്ടോളി, ഖാല സുബ്ഹാനക, ഏ അല്ലാഹ്, നീ പരിശുദ്ധനാണല്ലോ അല്ലാഹ്. ഞാൻ അങ്ങനെ ഒരു കാര്യം അവരോട് മായകൂനുലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്, നീ എന്നെ
ഏൽപ്പിച്ചിട്ടില്ലാത്ത, നീ എന്നോട് പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഈ ക്രിസ്ത്യാനികളോട് പറയേണ്ട ആവശ്യം എനിക്ക് എന്തുണ്ട് പടച്ചവന്? ഞാൻ അങ്ങനെ ഒരു കാര്യം അവരോട് പറഞ്ഞിട്ടില്ല. അഥവാ ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ, അഥവാ ഞാൻ അങ്ങനെ ഈ ക്രിസ്ത്യാനികളോട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ വിളിച്ചോളീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കിതാബിൽ അതുണ്ടാവുമല്ലോ പടച്ചവന്, നിന്റെ റിക്കാർഡിൽ അതുണ്ടാവുമല്ലോ പടച്ചവന്. ഞാൻ അങ്ങനെ ഒരു കാര്യം അവരെ കൂട്ടത്തിലുള്ളപ്പം പറഞ്ഞിട്ടില്ല. എന്റെ സമയം പൂർത്തിയായി ആകാശത്തിലേക്ക് നീ എന്നെ താമസം മാറ്റിക്കൊണ്ടുപോയപ്പോൾ പിന്നെന്താണ് അവരായതെന്ന് ഞാൻ അറിയില്ല. പിന്നെ അവരെ നിരീക്ഷിച്ചത് നീയാണ്, അവരെ കാര്യങ്ങളെ നിയന്ത്രിച്ചത് നീയാണ്. അവരാരെയാ വിളിച്ചത് എന്ന് നിനക്കാണ് അറിയുക, എനിക്കറിയില്ല. അവരെന്താണ് തേടിയതെന്ന് നിനക്കാണ് അറിയുക, എനിക്കറിയില്ല. ഇതിൽ ഞാൻ മുക്തനാണ് പടച്ചവനെ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇപ്പൊ ആണോ? ഇപ്പൊ ഒരു തലയുറ്റൽ വന്ന് കിടന്ന അബ്ദുള്ള ഹാജി കല്ലിക്കണ്ടി, അദ്ദേഹം മരണപ്പെട്ടു പോയി, അള്ളാഹുവിലേക്ക് പോയി. മലക്കുകളുടെ മജ്‌ലിസിൽ നിന്ന്, അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് പറയുന്ന മജ്‌ലിസിൽ നിന്ന്, അള്ളാഹിന്റെ ജലാലത്തിന്റെ ഇസ്മ പറയുന്ന മജ്‌ലിസിൽ നിന്ന്, അവന്റെ പ്രിയപ്പെട്ട ഹബീബിനെ പറ്റി പറയുന്ന മജ്‌ലിസിൽ നിന്ന് അള്ളാഹു തആല അദ്ദേഹത്തെ കൊണ്ടുപോയി. അല്ലാഹ്, വഴി വെച്ചൊന്നും ബുദ്ധിമുട്ടിക്കാതെ നിന്റെ അടുത്ത് അദ്ദേഹത്തെ നേരിട്ട് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവരും സ്ഥിതിയിലാണ്, എല്ലാവരും സ്ഥിതി. وكم من فتى يصبح ويمسي ضاحكا وأكفانه يسجن وأنه لا يدري. എത്രയെത്ര ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരികളാണ് ചിരിച്ച് കളിച്ച് നേരം വെളുപ്പിക്കുന്നു, ചിരിച്ച് കളിച്ച് വൈകുന്നേരമാക്കുന്നു. അവരുടെ മയ്യത്ത് പൊതിയാനുള്ള മയ്യത്തിന്റെ തുണി, കഫൻ തുണി തൊട്ടടുത്തുള്ള തുണിക്കടയുടെ അരമാരക്കകത്ത് വിൽപ്പനക്കെത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള തുണിമില്ലിൽ നിന്ന് നെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ ആ കാര്യം അറിയുന്നില്ല. എത്ര നല്ല വാക്കാണ്. അമാ തറൈനൽ മനായാ കൈഫ തൽഖുതുനാ ലുഖതം വതുൽഹിഖു ഖുറാനം ബിഊലാനാ. നാം കാണുന്നില്ലേ മരണങ്ങളെ? എത്ര ധൃതിയിലാണ് മരണങ്ങൾ മനുഷ്യനെ റാഞ്ചി കൊണ്ടുപോകുന്നത്, എത്ര രീതിയിലാണ് റാഞ്ചിയെടുത്തു കൊണ്ടുപോകുന്നത്. പിൻഗാമികളെ മുൻഗാമികളോടൊപ്പം പെട്ടെന്ന് പെട്ടെന്ന് ചേർക്കണം എന്ന നിർബന്ധം മരണത്തിനുള്ളതുപോലെ ഓരോരുത്തരെ എത്ര പെട്ടെന്നാണ് റാഞ്ചി എടുത്തു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. തലീനു ലഹൽ ഹദീദു വഅൻത ഖാസി. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ്, എത്രയെത്ര ഉപദേശങ്ങളാണ്, നീ അതിൽ തന്നെ കഴിയുകയാണ്. ഒരു ഇരുമ്പ് പോലും ദിവസങ്ങളോളം ഉപയോഗിച്ചാൽ അതിന് തേയ്മാനം സംഭവിക്കുന്നുണ്ട്. നിന്റെ ഹൃദയത്തിനൊരു മാറ്റവും വരുന്നില്ലല്ലോ. ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു. പെട്ടെന്ന് പറഞ്ഞു. ബഹുമാനമുള്ള സഹോദര സഹോദരി, ഇവിടെ ചിന്തിക്കേണ്ട വിഷയം എന്താണ്? ഈസ നബിയെ നിർത്തിപ്പൊരിക്കുകയല്ലേ ക്രിസ്ത്യാനികൾ? ഈസ നബിയെ നിർത്തിയേടത്ത് നിർത്തിപ്പൊരിക്കുകയല്ലേ ക്രിസ്ത്യാനികൾ? ഈസ നബിനെ ചൂണ്ടിക്കാണിച്ചിട്ടല്ലേ പറഞ്ഞത്, ഞങ്ങൾ ഈ യേശുവിനെയാണ് വിളിച്ചത്, ഞങ്ങൾക്ക് മക്കളെ തന്നത് യേശുവാണ്, ഞങ്ങൾക്ക് സുഖേട് മാറ്റിയത് ഈസയാണ്, ഈ ഈസന്റെ ഉമ്മ മറിയവുമാണ്, ഞങ്ങൾ അങ്ങനെയാണ് ശീലിച്ചത്. ഇവിടെയല്ലേ ഈസ നബി കൈമലർത്തിയത്? ഇത് ഖുർആൻ പറഞ്ഞ വാക്കല്ലേ, സൂറത്തുൽ മാഇദ പറഞ്ഞ വാക്കല്ലേ? അല്ലാഹുവോട് എത്ര എളിമത്തരത്തിലാണ് ഈസ നബി പറയുന്നത്.
ഈ ക്രിസ്ത്യാനികൾ നിന്നെ പറ്റി പറഞ്ഞ ഈ അപരാധം, പടച്ചവനെ നീ പരിശുദ്ധനാണല്ല, നീ ഒരിക്കലും അങ്ങനെ അല്ല അല്ല. ഈ ക്രിസ്ത്യാനികൾ നിന്റെ മോനാണെന്ന് എന്നെ പറ്റി പറഞ്ഞു, ഈ ക്രിസ്ത്യാനികൾ എന്റെ ഉമ്മ നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അല്ലാ, അവർ നിന്നെ ആരോപണം പറഞ്ഞതാണ്, ഇഫ്ക് പറഞ്ഞതാണ്, നിന്നെ പെഞ്ചല് പറഞ്ഞതാണ്. സുബ്ഹാനക, നീ അങ്ങനെ ഒന്നുമല്ല അല്ല, നീ പരിശുദ്ധനാണല്ല. നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ലാത്ത കാര്യം ഇവരോട് പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ പടച്ചവനെ. അതേസമയം ഞാൻ അവരോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇല്ലാമാ അമർത്തനി, നീ എന്നോട് പറയാൻ പറഞ്ഞതേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ, ക്രിസ്ത്യാനികളോട്. അതെന്താണ്? അനിഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബകും, അനിഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ, നിങ്ങൾ അല്ലാഹ്ക്ക് മാത്രമേ നിസ്കരിക്കാവൂ, നിങ്ങൾ അല്ലാഹ്ക്ക് മാത്രമേ നേർച്ച വഴിപാടുകൾ നടത്താവൂ, നിങ്ങൾ അല്ലാഹുവിൽ മാത്രമേ അഭയം തേടാവൂ, നിങ്ങൾ അല്ലാഹുവിൽ മാത്രമേ ശരണം തേടാവൂ, നിങ്ങൾ അല്ലാഹുവിൽ മാത്രമേ പ്രതീക്ഷ അർപ്പിക്കാവൂ. ഇതാണ് ഇബാദത്തിന്റെ മാന. അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹ്ക്ക് മാത്രമേ ആവാവൂ. അനിഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബുക്കും, നിങ്ങളുടെ കാര്യം നടത്തുന്നവനുമായ അല്ലാഹ്, എന്റെ കാര്യം നടത്തുന്നവനുമായ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾക്കുള്ളതെല്ലാം അവനോടാണ് ചോദിക്കേണ്ടത് എന്നാണ് അല്ലാഹ് ഞാൻ അന്ന് പറഞ്ഞത്. ഈ പറയുന്നതൊന്നും ഞാൻ പറഞ്ഞതല്ല. ഫലമ്മാ തവഫൈതനി, എന്റെ ദിവസം പൂർത്തിയാക്കി, എന്റെ അവധി പൂർത്തിയാക്കി ഞാൻ നിന്റെ അടുത്തേക്ക് വന്നപ്പോൾ പിന്നെ പിന്നെ ഈ ക്രിസ്ത്യാനികൾ എന്തായതെന്ന്, അവരെന്താണ് സംഭവിച്ചതെന്ന്, അവരാരെയാണ് വിളിച്ചതെന്ന് ഞാൻ അറിയില്ല പടച്ചവനെ. അവരെ വിളി ഞാൻ കേട്ടിട്ടില്ല പടച്ചവനെ. ഞാൻ അങ്ങനെ ആർക്കും ഒരു കുഞ്ഞിനെ കൊടുത്തിട്ടുമില്ല അല്ല, ഞാൻ അങ്ങനെ ആരെ സുഖേടും മാറ്റി കൊടുത്തിട്ടുമില്ല അല്ല, ആരും എന്നെ വിളിച്ചിട്ടുമില്ല, വിളിച്ചത് ഞാൻ കേട്ടിട്ടുമില്ല, കേട്ടത് ഞാൻ കൊടുത്തിട്ടുമില്ല. എന്റെ കാര്യം തന്നെ പരിങ്ങലിലാണല്ലോ അല്ലാ, പിന്നെ എങ്ങനെ അവരെ കാര്യം ഞാൻ ഏറ്റെടുക്കുക അല്ലാ. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും. സുബ്ഹാനല്ലാഹ്, അപകടം അപകടം അപകടം. വയൗമൽ ഖിയാമ, അമ്പിയാക്കളും മുർസലീങ്ങളും ഔലിയാക്കളും എല്ലാം വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ യക്ഫുറൂന ബിശിർകിക്കും, നിങ്ങളുടെ കാര്യത്തിൽ അവരെ ഏത് വിഷയത്തിനാണോ നിങ്ങൾ കൂട്ടിയത് അത് അവർ നിഷേധിക്കുന്നതാണ്. ഒന്നിക്ക് തവസ്സുലിന് കൂട്ടി, അല്ലെങ്കിൽ ഇസ്തിഗാസക്ക് കൂട്ടി, അല്ലെങ്കിൽ ദുആ നേരിട്ടാക്കി, അല്ലെങ്കിൽ ശുപാർശകനാക്കി, അല്ലെങ്കിൽ കൂട്ടുകാരനാക്കി, അല്ലെങ്കിൽ സഹായിയാക്കി, അല്ലെങ്കിൽ മധ്യവർത്തിയാക്കി, അല്ലെങ്കിൽ പരികർമ്മിയാക്കി, അല്ലെങ്കിൽ പുരോഹിതനാക്കി, എന്താണോ ആക്കിയത് അത് യക്ഫുറൂന ബിശിർകിക്കും. ഒന്നിക്കൽ നിങ്ങൾ അവനെ ഉടമസ്ഥതാധികാരത്തിൽ പങ്കാളിയാക്കി, അല്ലെങ്കിൽ നിർമ്മാണാധികാരത്തിൽ പങ്കാളിയാക്കി, അല്ലെങ്കിൽ നിയന്ത്രണാധികാരത്തിൽ പങ്കാളിയാക്കി. ഏത് തരത്തിലുള്ള പങ്കായാലും ശരി, അത് തവസ്സുലിന്റെ പങ്കായാലും ശരി, ഇസ്തിഗാസന്റെ പങ്കായാലും ശരി, ഇബാദത്തിന്റെ ഒരു നേരിയ അംശമായാലും ശരി, ഇബാദത്തിന്റെ ഒരു നേരിയ കീറായാലും ശരി, ഇനി അതൊന്നുമില്ല, വേറെ ഒന്നും നമ്മൾ ആരും ചെയ്യുന്നില്ല, ഒന്ന് അടുത്ത് നിന്നു കൊടുത്താൽ മതി, തങ്ങളെ ഒന്ന് അള്ളാഹുവിനടുത്തൊന്ന് നിന്നു കൊടുത്താൽ മതി, കാര്യങ്ങളൊക്കെ അല്ലാഹ് ചെയ്തോളൂ, നിങ്ങളൊന്ന് നിന്നു കൊടുത്താൽ മതി. അങ്ങനെ നിന്നു കൊടുപ്പിച്ചാലായാലും ശരി, അല്ലാഹു തആല പറഞ്ഞെന്താ? വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും. എന്തെങ്കിലും തരത്തിൽ ഒരംശം അല്ലാഹു അല്ലാത്തവർക്ക് സാങ്കല്പികമായിട്ടെങ്കിലും നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് പച്ചയായിട്ട് അവരെ നിഷേധിക്കും. അവിടുന്ന് കണ്ടില്ലേ, ഈസാ നബി നിഷേധിക്കുന്നത് കണ്ടില്ലേ? എത്ര അർത്ഥവർത്താണ് നിഷേധം, എന്തുമാത്രം നിഷേധം! ഇത് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇത് കേട്ട് നിന്നു പോവുകയാണ് ക്രിസ്ത്യാനികൾ. എത്ര കോടിക്കണക്കിന് ഉറുപ്പികയാണ് യേശുവിന് വേണ്ടി അവർ ചെലവഴിച്ചത്, എത്ര ചർച്ചാണ് പണിതത്, എത്ര പെണ്ണുങ്ങളാണ് കല്യാണം നടത്താതെ തെക്കും വടക്കും നടന്നത്, എത്ര പുരുഷന്മാരാണ് കല്യാണം നടത്താതെ തെക്കും വടക്കും നടന്നത്, എത്ര കോടിക്കണക്കിന് ഡോളറാണ് ചെലവഴിച്ചത്,
എത്ര ലോക രാജ്യങ്ങളിലാണ് എന്തെല്ലാം പരിപാടികളാണ് നടത്തിയത്, എന്തെല്ലാം ഏർപ്പാടുകളാണ് നടത്തിയത്. എല്ലാം യേശുവിന് വേണ്ടി, എല്ലാം മറിയത്തിന് വേണ്ടി. ഇപ്പോഴിതാ മറിയവും യേശുവും ഒറ്റയടിക്ക് നിഷേധിച്ചിരിക്കുകയാണ്. ഇതൊന്നും ഞങ്ങൾ അറിയില്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ, ഖുർആനല്ലേ കാര്യം, കഥയല്ലല്ലോ. ഈ സന്ദർഭത്തിൽ അവരുടെ അവസ്ഥയെ പറ്റി അള്ളാഹു റസൂലായി നമ്മളെ തങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്തായിരിക്കും ക്രിസ്ത്യാനികളെ ആ സമയത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. അവരാകെ പ്രതീക്ഷ യേശുവാണ്, ഈസ നബിയാണ്, മറിയവും. അവർ രണ്ടാളും കൈമാറി. ഇനി എന്തായിരിക്കും അവരുടെ അവസ്ഥ ആലോചിച്ചു. നിങ്ങൾ സാമാന്യത്തോട് ചിന്തിച്ചാൽ മതി. എന്നാൽ അള്ളാഹ് ആ അവസ്ഥയെ പറ്റി പറയുന്ന സൂറത്തു സജ്ദയിൽ, തങ്ങളെ ആ സമയത്ത് ക്രിസ്ത്യാനികളുടെ അവസ്ഥ നിങ്ങൾ കണ്ടാൽ വേദന തോന്നിപ്പോകും, തങ്ങളെ പരിതാപം തോന്നിപ്പോകും. തങ്ങളെ വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹാ ഇന്നാ മൂഖിനൂൻ. സൂറത്തു സജ്ദ. വലൗ തറാ, ആ വിചാരണ നടക്കുന്ന സന്ദർഭത്തില് ഇവിടെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, ഇവിടെ തവസ്സുൽ ചെയ്യാൻ ഉപയോഗിച്ചവർ, ഇവിടെ ഇസ്തിഗാസ ചെയ്യാൻ ഉപയോഗിച്ചവർ, ഇവിടെ സഹായിയാക്കാൻ ഉപയോഗിച്ചവർ, ഇവിടെ പകരക്കാരനാക്കാൻ ഉപയോഗിച്ചവർ, ഇവിടെ ട്രാൻസ്ഫോമർ ആക്കാൻ ഉപയോഗിച്ചവർ, ഇവിടെ 50ന്റെ ബൾബ് കത്താൻ പവർ സ്റ്റേഷന് കറണ്ട് എടുത്താ പത്തിപ്പോന്നായിട്ട് ഇടയ്ക്ക് ട്രാൻസ്ഫോമർ ആക്കാൻ മെനക്കെട്ടവർ, ജഡ്ജിക്ക് മുമ്പിൽ വക്കീലാക്കാൻ മെനക്കെട്ടവർ, ഈ പറയപ്പെട്ടവരെല്ലാം കൈയളക്കുന്ന സന്ദർഭത്തില് അവരവസ്ഥ കണ്ടാൽ വല്ലാത്തൊരു കാഴ്ചയായിരിക്കും. വലൗ തറാ, നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതിൽ മുജ്രിമൂന, ഈ കുരുത്തം കെട്ടവർ, അള്ളാഹ്ക്ക് പകരക്കാരെ ഉണ്ടാക്കിയവർ, അള്ളാഹ്ക്ക് പകരം നബിയെ വിളിച്ചവർ, അള്ളാഹ്ക്ക് പകരം റസൂലിനെ വിളിച്ചവർ, അള്ളാഹ്ക്ക് പകരം വലിയനെ വിളിച്ചവർ, അള്ളാഹ്ക്ക് പകരം ബീവിയെ വിളിച്ചവർ, അള്ളാഹ്ക്ക് പകരം ബാവയെ വിളിച്ചവർ, അള്ളാഹ്ക്ക് പകരം ശൈഖിനെ വിളിച്ചവർ, അള്ളാഹ്ക്ക് പകരം തങ്ങളെ വിളിച്ചവർ, ഇവരുടെ അവസ്ഥ കണ്ടാൽ ദയനീയമാണ് നബിയെ. നാകിസൂ റൂസിഹിം, അവർ നാണിച്ച് തല താഴ്ത്തിയിട്ട് നിൽക്കുന്ന രംഗം കണ്ടാൽ അത് വല്ലാത്തൊരു കാഴ്ചയായിരിക്കും നബിയെ. നാകിസൂ റൂസിഹിം, അവരുടെ തലയവർ ലജ്ജിച്ച് താഴ്ത്തി നിൽക്കുന്നതാണ്. കോടിക്കണക്കിന് ക്രിസ്ത്യാനികള്, ആണും പെണ്ണും, ഫാദർമാരും ഫാദിരിമാരും അപ്പോസ്തലന്മാരും പാപ്പാപ്പമാരും ചാക്കോബാക്കാരും മെത്രോമാക്കാരും എല്ലാം എല്ലാ വിഭാഗത്തിൽപ്പെട്ട അങ്ങു തൊട്ട് ഇങ്ങേ വരെയുള്ളവർ കൈയടക്കി തലയിൽ താഴ്ത്തി നാണിച്ചിരിക്കുന്ന രംഗം വല്ലാത്തൊരു കാഴ്ചയായിരിക്കും നബിയെ. അവര് പറയാൻ തുടങ്ങും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, സമിഅനാ അബ്സർനാ, കാണേണ്ടത് കണ്ടു കഴിഞ്ഞു അല്ലാ, വസമിഅനാ, കേൾക്കേണ്ടത് കേട്ട് കഴിഞ്ഞു അല്ലാ, ഫർജിഅനാ നഅമൽ സാലിഹാ, ഞങ്ങളെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കി അയച്ചു തരണം. ഞങ്ങൾ നീ പറയും പോലെ നിന്നെ മാത്രം വിളിച്ചോളാം, നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്തോളാം, നിന്നോട് മാത്രം ദുആ ചെയ്തോളാം. ഞങ്ങളെ പുരോഹിതന്മാര് ഞങ്ങളെ പറ്റിച്ചു അല്ലാ, അതഇനാ സാദതന, ഞങ്ങളെ പാതിരിമാര് പറയും പോലെ ഞങ്ങൾ കേട്ടുപോയി അല്ലാ. ഞങ്ങളെ നേതാക്കന്മാര് പറഞ്ഞു ഈസ നബിയെ വിളിച്ചോളാൻ, അങ്ങനെ ഞങ്ങൾ വിളിച്ചുപോയി. ഞങ്ങളെ പണ്ഡിതന്മാര് പറഞ്ഞു ഈസനെയും മറിയത്തെയും വിളിച്ചോളാൻ. ഈ നിൽക്കുന്നവരൊക്കെയാണ് ഞങ്ങളെ കൊണ്ട് വിളിപ്പിച്ചതല്ല. ഇപ്പൊ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഫർജിഅനാ, ഞങ്ങളെ നീ ഭൂമിയിലേക്കൊന്ന് മടക്കിത്താ, നഅമൽ സാലിഹാ, എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് തിരിച്ചു വന്നോളാം. ഇന്നാ മൂഖിനൂൻ, ഞങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. നിന്നെ വിളിച്ചാലേ രക്ഷയുള്ളൂ. വിചാരണ നടക്കുകയാണ്. ഞാൻ എന്റെ ആശുവിന്റെ അടുത്ത് പോയി, നീയാണ് എന്ന് ഇപ്പോഴേ എന്റെ ആണ് ഞാൻ തന്നത്. ഇന്ന ഉറപ്പിനെയാണ് എന്ത് പറയും, രണ്ടും എന്ന് പറയാം. പോയിട്ട് വന്ന് പറയാം,
അതുകൊണ്ടാണ് മരിച്ചിട്ടില്ല. ജീവിത സമയത്തായി നിർമ്മിച്ചയാളെ നിർമ്മിക്കാത്തവരെ മറ്റുള്ളവർ എന്റെ ഇഷ്ടം കൊടുത്തവർ അവകാശ പങ്കെടുക്കും പറഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അവല്ല തീറായ പോലെ ബോധ്യപ്പെടുത്തണം. എന്താണല്ലേ നിങ്ങൾക്ക് അതിനില്ല അവകാശപ്പൻ പോലും എടുക്കുന്നത് പറഞ്ഞു അന്ന് പൂട്ടല്ലേ ഇടിയുമായിട്ട് അള്ളാന്റെ ഔദാര്യം സമ്പാദിച്ചോളൂ, അള്ളാന്റെ സമ്പാദിച്ചോളൂ. സത്യം മൈക്കലോടുകൂടി അത് കടുകീറി ചോദിക്കൊള്ളാം. ചിന്തിക്കാൻ എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. മുസ്ലിമീങ്ങൾ ഹാജരാക്കപ്പെടും. എല്ലാ കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾ, നൂഹ് നബിയുടെ റിസാലത്ത് ആവശ്യമായ മുസ്ലിമീങ്ങൾ, ഇബ്രാഹിം നബിയുടെ റിസാലത്ത് ആവശ്യമായ മുസ്ലിമീങ്ങൾ, മൂസ നബിയുടെ റിസാലത്തിന് ആവശ്യമായ മുസ്ലിമീങ്ങൾ, ഈസ നബിയുടെ റിസാലത്തിന് ആവശ്യമായ മുസ്ലിമീങ്ങൾ, മുഹമ്മദ് ഈ റിസാലത്തിന് ആവശ്യമായ മുസ്ലിമീങ്ങൾ. കോടിക്കണക്കിനായിരിക്കും മുസ്ലിമീങ്ങൾ എണ്ണം. അതിന് മുഹമ്മദ് ഈ റിസാലത്തിന്റെ അനുയായികൾ എണ്ണമറ്റതായിരിക്കും. ചക്രവാളത്തോളം വരും. മുസ്ലിമീങ്ങൾ രണ്ട് കൂട്ടരായിരിക്കും. നാളെ ആഖിറത്തിൽ വിചാരണ ചെയ്യപ്പെടുന്ന മുസ്ലിമീങ്ങൾ രണ്ട് വിഭാഗമായിരിക്കും. ഇവിടെ പല വിഭാഗങ്ങൾ കാണും. അടിസ്ഥാനപരമായി 4 മദ്ഹബുകൾ, 4 തരീഖത്തുകൾ, 4 സംഘടനകൾ. ആദ്യകാലം മദ്ഹബ്, മധ്യകാലം തരീഖത്ത്, അവസാനകാലം സംഘടന. 3, 4, 12. അതിനെപ്പറ്റി വിശദീകരിക്കും പിന്നെ പറയാം. ഇപ്പൊ പറയണ്ടല്ലോ. എങ്ങനെ അതിനും അപ്പുറത്ത് ദീനുൽ ഇസ്ലാമിനെ കണ്ടെത്തണം. അതിനും അപ്പുറത്ത് ദീനുൽ ഇസ്ലാമിനെ കണ്ടെത്തണം. അത് വലിയ വിഷയമാണ്. അതിപ്പോ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ദഹിക്കൊന്നല്ല. സൂക്കേട് പിടിച്ച് കിടക്കുന്നാക്കി ബിരിയാണി കൊടുത്ത മാതിരി ഉണ്ടാവും. ഇപ്പം വേണ്ട, ദഹനങ്ങളൊക്കെ വരട്ടെ. അപ്പൊ ആലോചിക്കാം. ദഹിച്ചേ പറ്റും. ഇവിടെ നിന്ന് ദഹിപ്പിക്കാതെ അങ്ങോട്ട് പോയിട്ട് ഒരു ഫലം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഇവിടെ ദഹിപ്പിച്ചേ പറ്റും. മരിക്കുന്നതിനു മുമ്പ്, തൊണ്ടക്കുഴിൽ എത്തുന്നതിനു മുമ്പ്, തൊണ്ടന്റെ ഉള്ളിൽ മരിക്കാൻ നേരത്ത് അതിന്റെ മുമ്പ് ഒരുക്കിക്കൊള്ളണം. അതിന് മുമ്പ് റെഡിയായിക്കൊള്ളില്ല. അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് നിൽക്കുന്നതിന് മുമ്പ്. രണ്ട് അവധിയാണ്. വ്യക്തികൾക്ക് തൊണ്ടക്കുടിയിൽ റൂഹെത്തുന്നതിന് മുമ്പ്, സമൂഹത്തിന് മൊത്തത്തിൽ സൂര്യൻ പടിഞ്ഞാറ് നിൽക്കുന്നതിന് മുമ്പ് ഒരുക്കിക്കൊള്ളണം, തിരുത്തിക്കൊള്ളണം. നാളത്തേക്ക് വെക്കണ്ട. 2 വിഭാഗങ്ങൾ ഹാജരാവലാണ്. മുസ്ലിമീങ്ങൾ 2 വിഭാഗക്കാരാണ്. ഒരു വിഭാഗം അള്ളാഹുവിനെ അംഗീകരിച്ചവർ, അള്ളാഹു അല്ലാത്തവരെ ആശ്രയിച്ചവർ. മറ്റേ വിഭാഗം അള്ളാഹുവിനെ അംഗീകരിച്ചവർ, അള്ളാനെ മാത്രം ആശ്രയിച്ചവർ. 2 വിഭാഗം മനസ്സിലായല്ലോ? 2 വിഭാഗം മനസ്സിലായല്ലോ? ഇതാണ് നാളെ ആഖിറത്തിൽ ഹാജരാക്കപ്പെടുന്ന മുസ്ലിമീങ്ങൾ. 2 വിഭാഗം അവരാണ്. ഒരു വിഭാഗം ദുനിയാവിൽ അവർ അള്ളാനെ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹു അല്ലാത്തവരെയാണ് ആശ്രയിച്ചത് മുഴുവൻ. മറ്റേ വിഭാഗം അള്ളാനെ അംഗീകരിച്ചിട്ടുണ്ട്, അള്ളാനെ അല്ലാതെ ഒരു ശക്തിയെയോ ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ അള്ളാഹ് മാത്രം അവകാശപ്പെട്ട കാര്യത്തിൽ ആശ്രയിക്കുന്ന പ്രശ്നമേ ഇല്ല. രണ്ടാമത്തെ വിഭാഗം. ആദ്യം പറഞ്ഞ വിഭാഗം ചവറ് പോലെയാണ്, ചവറ് പോലെ. അല്ലാഹു റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? എനിക്ക് ഉമ്മത്തുകൾ ഹാജരാക്കപ്പെട്ടു. ഉമ്മത്തുകൾ എന്റെ മുമ്പിൽ വെളിവാക്കപ്പെട്ടു. അതില് ചില നബിമാരെ ഞാൻ കണ്ടു. അവരെ പിറകിൽ ആരുമില്ല. ആ നബിമാർ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്.
വേറൊരു കൂട്ടൻ നബിമാരെ ഞാൻ കണ്ടു, 10-ൽ കുറവുള്ള ആളെ ചില നബിമാർ ഒന്നിച്ചുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കൂട്ടത്തെ ഞാൻ കണ്ടു, അതെന്റെ ഉമ്മത്താണെന്ന് എനിക്ക് തോന്നി. അപ്പൊ അറിയിക്കപ്പെട്ടു അത് മൂസ നബിന്റെ ഖൗം ഇസ്രായേലിയരാണെന്ന്. അത് കഴിഞ്ഞിട്ടതാ വരുന്നു വേറൊരു സമൂഹം, ചക്രവാളത്തോളമാണ് അവരുള്ളത്, അവരെന്റെ ഉമ്മത്താണെന്ന് എനിക്ക് അറിയിക്കപ്പെട്ടു. അവരിൽ നിന്ന് 70,000 പേര് മാത്രമേ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോവുള്ളൂ. ബാക്കിയുള്ളവരെ മുഴുവനും അല്ലാഹു പിടിച്ചു നിർത്തുന്നതാണ്. ഇതാണ് ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും കഥ. ഇതാണ് ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും കഥ. എത്ര പേരെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് വിളിയാളം വരുമ്പോൾ അള്ളാന്റെ ഭാഗത്തുനിന്ന് കൽപ്പന വരും. 1000 പേർക്ക് ഒരാളെ സ്വർഗത്തിലേക്ക് വിട്ടോളിൻ എന്ന് വെച്ച 1000 പേരിൽ ഒന്നു മാത്രം സ്വർഗത്തിലേക്ക്, 999 പേര് നരകത്തിലേക്ക്. ആ തോത് വെച്ചിട്ട് കണക്ക് നോക്കിക്കോളിൻ എന്ന് സഹീഹായ സനദുൽ ഹദീസ് ഇമാം അൽബാനി അടക്കം സഹീഹാക്കിയ ഹദീസ്. ഇല്ല സുഹൃത്തുക്കളെ, അപ്പൊ എത്ര ശതമാനം ഉണ്ടാവും മുവഹിദുകൾ? വളരെ ചെറിയ ശതമാനം. മഹാഭൂരിപക്ഷം ചവറ് പോലെ. വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങലായി, ഭൂരിപക്ഷത്തെ വിചാരണ ചെയ്യലായി, അള്ളാഹു ചോദിക്കലായി, നിങ്ങളെ റബ്ബാരായിരുന്നു? അല്ലാ, നീയാണ് ഞങ്ങളെ റബ്ബ്, നിന്നെയാണ് ഞങ്ങൾ റബ്ബായി കണ്ടത്. നിങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തി തന്നതാരായിരുന്നു? നിങ്ങളെ ആശ്രയിച്ചതാരെയായിരുന്നു? അല്ലാ, കല്യാണം കഴിച്ച് മക്കൾ ഉണ്ടാവാൻ താമസിച്ചു. ഞങ്ങളെ മമ്പർത്ത തങ്ങളോട് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ട് ഒരു ആൺകുഞ്ഞിനെ കിട്ടിയില്ല. ഞങ്ങള് മുഹയ്യിദ്ദീൻ ശൈഖിനോടൊന്ന് പറഞ്ഞു നോക്കി. എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്നു, നിങ്ങൾക്ക് മക്കളെ കിട്ടിയോ? എന്നിട്ട് കിട്ടി, അല്ലാ കിട്ടി. ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ മമ്പർത്ത തങ്ങൾ തന്നു. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്നു. പെണ്ണിനെ പെണ്ണിയും തന്നു. അതേപോലെ തറയിട്ട് വെച്ച വീടും പൂർത്തിയാക്കി തന്നു. ഞങ്ങൾ ഓരോരുത്തരടുത്ത് പോയിട്ട് സങ്കടം പറയാറുണ്ട്. ആ സങ്കടം നിന്റെ ബഹുമാനപ്പെട്ട ഇന്നാള് നിവർത്തിച്ചു തരാറുണ്ട്. അല്ലാ, അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്. അല്ലാഹു തആല ഒരാളെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, നിനക്ക് കുഞ്ഞുങ്ങളെ തന്നത് ആരായിരുന്നു? അപ്പയാള് പറഞ്ഞു, ആരുമില്ല. എന്നോടൊരു ഉസ്താദ് പറഞ്ഞു, ഒരു രാത്രി ലൈറ്റും കെടുത്തിയിട്ട് 1000 പ്രാവശ്യം ഒരാളെ പേരിങ്ങനെ വിളിച്ചാൽ അയാൾ നിന്റെ ആവശ്യം പൂർത്തിയാക്കി തരുമെന്ന്. അങ്ങനെ ആ ഉസ്താദിനെ തന്നെ ഞാൻ വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ സൗകര്യം ചെയ്തു കൊടുത്തു. എന്നിട്ട് 1000 തവണ അവരെല്ലാം കൂടി വിളിച്ചു. അക്കൊല്ലം തന്നെ ഞാൻ ഗർഭം ധരിച്ചു. ഒരാൺകുഞ്ഞിനെ ഞാൻ പ്രസവിക്കുകയും ചെയ്തു. പടച്ചോനെ, ആരായിരുന്നു ആ വ്യക്തി? ആ വ്യക്തി ബഗ്ദാദിന് മറ ചെയ്ത് കിടക്കുന്ന അബ്ദുൽ ഖാദിർ ജിലാനിയാണ്. അല്ലാഹ് വിചാരണ ചെയ്യാൻ അല്ലാഹു തആലക്ക് ബുദ്ധിമുട്ടുണ്ടോ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ? ആരെങ്കിലും മാറ്റി നിർത്തും അല്ലാഹു തആല വിചാരണയിൽ നിന്ന്? ആരെങ്കിലും മാറ്റി നിർത്തുന്നു വിശ്വസിച്ചാലും കഫറായില്ല. അപ്പം നാളെ ആഖിറത്തിലെ വിചാരണയിൽ നിന്ന് ആരെയെങ്കിലും അല്ലാഹ് മാറ്റി നിർത്തുന്നു വിശ്വസിച്ച അപ്പൊ തന്നെ കാഫറായില്ലേ? നബിമാരെ വിചാരണ ചെയ്യുന്ന അല്ലാഹ് ഔലിയാക്കന്മാർ വലിയ കാര്യമാണോ? മുർസലീങ്ങളെ വിചാരണ ചെയ്യുന്ന അല്ലാഹ് ഔലിയാക്കന്മാർ വലിയ കാര്യമാണോ? അപ്പൊ തന്നെ അല്ലാഹു തആല വിളിക്കും മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, യാ മുഹയ്യിദ്ദീൻ. പട്ടാപ്പകൽ നല്ല വെളിച്ചത്തിൽ, ഇരുട്ടത്തല്ല, നല്ല വെളിച്ചത്തിലാണ് വിളിക്കുക. നല്ല വെളിച്ചത്തിൽ യാ മുഹയ്യിദ്ദീൻ. അപ്പൊ ഹാജരാകും മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. നോക്കൂ മുഹയ്യിദ്ദീൻ, 10,000-കണക്കിന് ജനം, കൂട്ടത്തിൽ ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, രാജാക്കന്മാരുണ്ട്, പ്രജകളുണ്ട്. അവർക്ക് ബുദ്ധിമുട്ട് പറ്റിയപ്പോൾ നിന്നെയാണ് വിളിച്ചത്. അതിലൊരാള് പറഞ്ഞത്, കല്യാണം കഴിച്ച മക്കളുണ്ടായില്ല. അങ്ങനെ നിന്നെ വിളിച്ചു 1000 തവണ, നീ ഹാജരായി, അവർക്ക് മക്കളെ കൊടുത്തു എന്ന്. ശരിയാണോ മുഹയ്യിദ്ദീൻ? ഏത് ഭാഷയില്? അന്ന് ഈസ നബിയോട് പറഞ്ഞ ഭാഷ. യാ ഈസ ഇബ്നു മറിയം, അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഓ യേശു, നീയാണോ ഈ ജനങ്ങളോട് അല്ലാഹനെ കൂടാതെ
നിന്നെയും നിന്റെ ഉമ്മനെയും വിളിക്കണമെന്ന് പറഞ്ഞത് അതേ അല്ലാഹ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ലാഹോട് ചോദിക്കും, ഓ മുഹയ്യിദ്ദീൻ, നീയാണോ ഇവരോട് നിന്നെ വിളിക്കാൻ പറഞ്ഞത്? വല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതെ ഉത്തരം ചെയ്യും ഞാനെന്ന് നീ പറഞ്ഞിരുന്നോ മുഹയ്യിദ്ദീൻ? ഇത് ശരിയാണോ മുഹയ്യിദ്ദീൻ? നീ പറഞ്ഞത് നേരാണോ മുഹയ്യിദ്ദീൻ? എന്റെ ബഹുമാനമുള്ള സഹോദര, എന്റെ ബഹുമാനമുള്ള സഹോദരി, അവിടെ നിന്ന് മുട്ട് വറക്കുകയാണ് ആര് വറച്ചതുപോലെ? നൂഹ് നബി വറക്കുന്നത് പോലെ, ഇബ്രാഹിം നബി വറക്കുന്നത് പോലെ, ഈസ നബി വറക്കുന്നത് പോലെ, മൂസ നബി വറക്കുന്നത് പോലെ ഈ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ വറക്കുകയാണ്. ഉടമസ്ഥനോട് പറയുകയാണ്, ഏ അല്ലാഹ്, ഞാൻ ബഗ്ദാദിൽ ജനിച്ചവനാണല്ലാ, ബഗ്ദാദിൽ വളർന്നവനാണല്ലാ, ഞാൻ നിന്റെ കലാമ് പഠിച്ചിട്ടുണ്ട്, നിന്റെ മുഹമ്മദ് മുസ്തഫ പ്രവാചകന്റെ സുന്നത്ത് പഠിച്ചിട്ടുണ്ട്. ഇറാഖിലെ ബഗ്ദാദിലെ മുസ്ലിം ജനങ്ങള് ബിദ്അത്തിലേക്ക് കടന്നപ്പോൾ, ശിർക്കിലേക്ക് കടന്നപ്പോൾ അതിനെതിരായി ശബ്ദിച്ചോനാണ് ഞാൻ, രാവും പകലും മെനക്കെട്ടോനാണ് ഞാൻ. അല്ലാഹനെ അല്ലാതെ വിളിച്ചു പോകരുത്, അല്ലാഹനോടൊപ്പം മറ്റാരെയും കൂട്ടിപ്പറയരുത്. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് ജീവിതത്തിൽ പകർത്തേണ്ടത്. റസൂലുള്ളാഹി അല്ലാത്ത ഒരാളിനും നിങ്ങൾക്ക് മാതൃകയില്ല കേട്ടോ എന്ന് ഞാൻ 25 കൊല്ലം ബഗ്ദാദിലെ ജനങ്ങളോട് രാവും പകലുമില്ലാതെ വീടാന്തരം കയറി പറഞ്ഞോനാണ് ഞാൻ, ഗല്യാന്തരം കയറി പറഞ്ഞോനാണ് ഞാൻ, രാത്രിയും പകലും പറഞ്ഞോനാണ് ഞാൻ. ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചുകൂട്ടി വഅദ് പറഞ്ഞോനാണ് ഞാൻ. വഅദിൽ വെച്ച് പലരും തൗബ ചെയ്ത് തൗഹീദിലേക്ക് മടങ്ങിയിട്ടുണ്ട്, തൗബ ചെയ്ത് സുന്നത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബഗ്ദാദിൽ ഞാൻ മരിക്കുന്നത് വരെ നിന്റെ വഹദാനിയത്താണ് ഞാൻ പ്രസംഗിച്ചത്, നിന്റെ ഹബീബിന്റെ സുന്നത്താണ് ഞാൻ പ്രസംഗിച്ചത്. എന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല അല്ലാഹ്. അതെന്നെ പറ്റി പിറകെ വന്നവര് കളവ് പറഞ്ഞതാണ്, ആരോപണം പറഞ്ഞതാണ്, കക്ഷത്തരമുണ്ടാക്കി പറഞ്ഞതാണ്. ഞാനങ്ങനെ പറയില്ല അല്ലാഹ്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലാഹ്. നീ മാത്രമാണല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ വഹദക് ലാ ശരീക ലക്. ഏ അല്ലാഹ്, നീ ഒറ്റക്കാണ്, നിനക്കൊരു കൂട്ടുകാരനില്ല, നിനക്കൊരു പങ്കാളിയില്ല, നിനക്കൊരു അധികാരി വേറെയില്ല, നിനക്കൊരു സുഹൃത്ത് വേറെയില്ല, ആരാരും നിനക്കില്ല. ഉടമസ്ഥതയിൽ നീ തനിച്ചാൽ, നിർമ്മാണത്തിൽ നീ തനിച്ചാൽ, നിയന്ത്രണത്തിൽ നീ തനിച്ചാൽ. ഇതാണ് ഞാൻ ബഗ്ദാദികളോട് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തായിരിക്കും ആ സമൂഹത്തിന്റെ ആ സമയത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഒന്നുമില്ല, അല്ലാഹു തന്നെ പറഞ്ഞ അവസ്ഥ. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം. എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് നടത്തിയത് തങ്ങളുടെ പേരിൽ, ആ മഹാനവറുകളുടെ പേരിൽ എന്തെല്ലാം ബഹളങ്ങളാണ് നടത്തിയത്. എത്രയെത്ര പണ്ഡിതന്മാര്, എത്രയെത്ര പണക്കുമറാക്കള്, പണക്കാര്, എത്രയെത്ര മുതഅല്ലിമീങ്ങൾ, എത്രയെത്ര വീടുകളില് വിഭവ സമൃദ്ധമായ ഭക്ഷണവും ഉണ്ടാക്കി. എത്ര തവണയാണ് മഹാനെ വിളിച്ചത്. ഇതാ ഒറ്റയടിക്ക് അദ്ദേഹം നിഷേധിക്കുകയാണ്. ഇതൊന്നും ഞാൻ അറിയില്ല അല്ലാഹ്, ഞാൻ അങ്ങനെ ഒരാൾക്ക് മക്കളെ കൊടുത്തിട്ടില്ല അല്ലാഹ്, ഞാൻ അങ്ങനെ ഒരാളെ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടില്ല അല്ലാഹ്, ഞാൻ അങ്ങനെ ഒരാളെ തെങ്ങിൽ തേങ്ങയും കായ്പിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ഒരാളെ കോഴിക്ക് കുഞ്ഞിനെ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല, ഞാൻ ഇതൊന്നും അറിയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ബഗ്ദാദിലെ ജനങ്ങളോട് ഇതെല്ലാം നീയാണെന്ന് പറഞ്ഞവനാണ് പഠിച്ചവനെ. ഈ സമയത്ത് സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ലജ്ജിച്ച് തല താഴ്ത്തി കുത്തോട്ടുന്ന രംഗം ആലോചിച്ചു കൊള്ളുക സഹോദരങ്ങളെ. അല്ലാഹ് പറഞ്ഞു അവരെ പറ്റി, എന്താ പറഞ്ഞത്? അവരവരുടെ തല താഴ്ത്തിയിട്ട് ലജ്ജിച്ച് നാണിച്ചിരിക്കുന്ന രംഗം. ശരിയല്ലേ? എത്ര ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് ചെലവാക്കിയത്, എത്ര ബിരിയാണികളാണ് ചെലവാക്കിയത്, എത്ര ജീലാനി ഡേകളാണ് കൊണ്ടുനടന്നത്, എത്ര പാട്ടുകളാണ് പാടിയത്, എത്ര നോവലുകളാണ് എഴുതിയത്, എത്ര കഥകളാണ് പ്രചരിപ്പിച്ചത്. ഇതെല്ലാം ഒറ്റയടിക്ക് തങ്ങളെ നിഷേധിച്ചപ്പോൾ നാണിക്കല്ലാതെ പിന്നെ എന്താണ് നിവൃത്തി? ആ സമയത്ത് അവർ പറയും, റബ്ബനാ സമിഅനാ ഫർജിഅനാ
അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹാ. ഞങ്ങൾ കേൾക്കേണ്ടത് കേട്ടു പഠിച്ചവനെ, അറിയേണ്ടത് അറിഞ്ഞു പഠിച്ചവനെ. അബദ്ധം പിണഞ്ഞിരിക്കുകയാണ്, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല അല്ലാഹ്. ഞങ്ങളെ വിളിച്ചവർ ഞങ്ങളെ കൈവിട്ടിരിക്കുകയാണ് അല്ലാഹ്. ഫർജിഅനാ നഅമൽ സാലിഹാ. ഭൂമിയിലേക്ക് ഞങ്ങളെ നിന്ന് മടക്കി അയച്ചു തരണം. ഞങ്ങളുടെ പുരോഹിതന്മാര് ഞങ്ങളെ പറ്റിച്ചതാണ്. അളല്ലൂന സാദത്തനാ വ കുബറാനാ. അവര് പറഞ്ഞിട്ടാണ് ഞങ്ങളെ ലൈറ്റ് കെട്ടിയത്, അവര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ 1000 തവണ വിളിച്ചത്, അവര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവരെ പ്രതീക്ഷിച്ചത്. ഇതൊന്നും ഞങ്ങൾക്കറിയില്ല അല്ലാഹ്. അവര് പറഞ്ഞു, ഞങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കി അയച്ചേരണം. ഞങ്ങൾ തിരുത്തിക്കോളാം, നിന്നെ മാത്രം വിളിച്ചോളാം, നിനക്ക് മാത്രം നിസ്കരിച്ചോളാം, നിനക്ക് മാത്രം നേർച്ച വഴിപാടുകൾ നടത്തിക്കോളാം. ഞങ്ങളൊന്ന് കുറച്ച് ദിവസത്തേക്ക് മടക്കി അയച്ചു. എന്താ അവസ്ഥ? മറുപടി അല്ലാഹുവിന്റെ സമയം തീർന്നു, നിശ്ചയിക്കപ്പെട്ട സമയം തീർന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലഹാ. നിശ്ചയിക്കപ്പെട്ട സമയം പൂർത്തിയായി, ഇനി ചാൻസ് ഇല്ല. മരണം ഒരു ശൈഖിനെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റില്ല, ഒരു മൗലാനെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അവനവന്റെ നഫ്സിന്റെ കാര്യം നഫ്സ് തീരുമാനിക്കും. ഒരു രക്ഷയും വല്ലാഹി തമ്പുരാനെ തന്നെയാണ്, സത്യം കിട്ടുകയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. വേറൊരു വിഭാഗമുണ്ട്, അവരാരെന്നറിയുമോ? അവർ അല്ലാഹുവിനെ അംഗീകരിക്കുകയും അല്ലാഹുവിനെ മാത്രം ആശ്രയിക്കുകയും ചെയ്തവർ. സുബ്ഹാനല്ലാഹ്, ചെറിയ ന്യൂനപക്ഷം. അവരെ വിളിച്ചു കൂട്ടും അല്ലാഹു തആല. വുജൂഹു യൗമൈദിൻ നായിമ ലിസഈഹാ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറും മർഫൂഅ വഅക്വാബും മൗദൂഅ വനമാരിഖു മസ്ഫൂഫ വസറാബിയ്യു മബ്സൂസ. പൊന്നു സഹോദരന്മാരെ, രംഗം വല്ലാത്തൊരു രംഗം. ഒരു ചെറിയ ന്യൂനപക്ഷം അല്ലാഹു തആല പുഞ്ചിരിച്ചുകൊണ്ട് കൂട്ടത്തിൽ അടുപ്പിക്കുന്നതാണ്, അടുപ്പിച്ചു നിർത്തുന്നതാണ്. ആ സമയത്ത് അവരെ മുഖം പ്രകാശിക്കുന്നതാണ്, പ്രശോഭിതമാണ്, അനുഗ്രഹീതമാണ്, ഭയങ്കര ആഹ്ലാദത്തിലാണ് അവർ. അല്ലാഹു തആല അവരെ കൂട്ടി അടുപ്പിച്ചു നിർത്തി സന്തുഷ്ടനാവുക, സന്തുഷ്ടനാവുക. ആ രംഗം എങ്ങനെയാ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നത്. മലയാളത്തിൽ എന്ത് വാക്കാ ഉപയോഗിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അടുപ്പിച്ച് നിർത്തും അല്ലാഹു തആല. നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ ആവശ്യങ്ങളൊക്കെ? അല്ലാഹ് വെറുതെ ചോദിക്കും സന്തോഷത്തിന് വേണ്ടി. ഉവ്വ് തമ്പുരാനെ, കല്യാണം കഴിച്ചിട്ട് മക്കൾ ഉണ്ടായില്ല, ഒരു കുഞ്ഞു പോലുമില്ല, നിന്നോട് ചോദിച്ചു വിളിച്ചവരെ ഞാനൊരു കുഞ്ഞിന് വേണ്ടി റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. നിന്റെ പ്രിയപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം ചോദിച്ചതുപോലെ ഒരു കുഞ്ഞിനെത്താ അല്ലാഹ്, ഒരു കുഞ്ഞിനെത്താ അല്ലാഹ്. മക്കത്ത് വന്നിട്ടും ചോദിച്ചു അല്ലാഹ് നിന്നോട്, മദീനത്ത് വന്നിട്ടും ചോദിച്ചു അല്ലാഹ് നിന്നോട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ടും ചോദിച്ചു അല്ലാഹ് നിന്നോട്. പലരും എന്നോട് പറഞ്ഞു, ഇന്ന് തങ്ങളെടുത്തു പോ, ഇന്ന് ശൈഖിന്റെ അടുത്ത് പോ, ഇന്ന് ജാറത്തിൽ പോ. ഞാൻ പോയില്ല അല്ലാഹ്, നീ തന്നെങ്കിലും മതി, ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിന്നെ കണ്ടുമുട്ടുമെന്ന് എന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല യാഥാർത്ഥ്യബോധത്തോട് ഞാൻ ധൈര്യവാനാണ്, ഞാൻ ധൈര്യമാണ്. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂൽ ഹാഉം ഇഖ്റഉ കിതാബിയ ഫയഖൂൽ ഹാഉം ഇഖ്റഉ കിതാബിയ യാ ലൈതനി യാ ലൈതനി ഹാഉം ഇഖ്റഉ കിതാബിയ ഇന്നി ലനൻതു അന്നി മുലാഖിൻ ഹിസാബിയ. എനിക്ക് കുഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, നിനക്ക് കുഞ്ഞ് തന്നിട്ട് എനിക്ക് പ്രശ്നമില്ല. നിന്നോട് ഞാൻ ചോദിച്ചു, നീ അനുവദിച്ച ചികിത്സ ഞാൻ നടത്തും. നീ തന്നാലും ശരി, തന്നില്ലെങ്കിൽ ശരി. നീ അല്ലാതെ ഒരാളെ സമീപിക്കുന്ന പ്രശ്നമില്ല, പഠിച്ചവനെ ഇല്ല, അല്ലാഹുവേ ഇല്ല. ഇന്ന് നിന്നെ കണ്ടുമുട്ടും നല്ല ഉറപ്പെനിക്കുണ്ട്. ഇന്നി മുലാഖിൻ ഹിസാബിയ, ഇന്നി ലനൻതു അന്നി മുലാഖിൻ ഹിസാബിയ. ഇന്നത്തെ ദിവസം നീ എന്നോട് ചോദിക്കും, ആ സമയത്ത് എനിക്ക് നീ ദുനിയാവിൽ കുഞ്ഞിനെ തരാത്തതിന് പകരം ഇവിടെ നിനക്ക് കിട്ടുമെന്ന് നിന്റെ ഹബീബ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അധികൃതമായി ആരെയും സമീപിച്ചില്ല പഠിച്ചവനെ. ഞാൻ കാത്തു കെട്ടിയിരുന്നു ഒരു കുഞ്ഞിക്കാല് കാണാതെ നിന്നെ ഇന്നത്തെ ദിവസം കണ്ടുമുട്ടാൻ. അതേ അല്ലാഹുവേ, ഞാൻ വേറെ ആരെയും സമീപിച്ചില്ല. ഒരു ശൈഖിനെയും ഞാൻ പോയി കണ്ടില്ല, ഒരു ബീവിനെയും കണ്ടില്ല, ബാവനെയും കണ്ടില്ല,
വേണ്ട, നിന്റെ ഹബീബായ തങ്ങൾ എന്നോട് പറഞ്ഞത് ഇദാ സഅൽത ഫസ്അലില്ലാഹ്. നിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്താപ്പാന്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞത്, മോനെ ഇദാ സഅൽത ഫസ്അലില്ലാഹ് ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. പൊന്നു ചെറിയ മോനെ വിളിച്ചിട്ട്, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു കുഞ്ഞു മോനെ, ചെറിയ മോനാണ്, കുട്ടിയില്ലാത്ത മോൻ, ചെറിയ മോനെ വിളിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകന് ഈമാൻ അവർക്ക് കൊടുക്കുക. നമ്മളെന്താ പറയാ, ഓ ഈമാൻ പഠിക്കാൻ സമയമായോ? ഉമ്മമാരെ നമ്മളെന്താ പറയാ, ഓ ഈമാൻ പഠിക്കാൻ സമയമായോ? അതിലും പഠിക്കുന്ന സമയത്ത് പഠിക്കും. എപ്പോ ബഹുമാനപ്പെട്ട ലുഖ്മാൻ റളിയല്ലാഹു അൻഹു കുഞ്ഞു മോനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി യാ ബുനയ്യ, കുഞ്ഞു മോനെ ലാ തുശ്രിക് ബില്ലാഹ്. അതാ മോനോട് ഉപ്പമാർ പറഞ്ഞു കൊടുക്കേണ്ടത്, അതാ മോനോട് ഉപ്പമാർ പറഞ്ഞു കൊടുക്കേണ്ടത്. തങ്ങൾക്ക് പോയി തങ്ങൾക്ക് പോ, ശൈഖിനടുത്ത് പോന്നല്ല. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു മോനോട് പറഞ്ഞ വാക്ക് ഖുർആൻ ശരീഫിൽ ഖുർആനുണ്ട്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാൻ തന്റെ മോനോട് പറഞ്ഞ വാക്ക് യാ ബുനയ്യ, കുഞ്ഞുമോനെ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. കുഞ്ഞുമക്കൾക്ക് പറഞ്ഞ അവസാവില്ലെന്നോ? അവൻ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ബുദ്ധികേടാണ്. റസൂലുള്ളാഹി തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു മോൻ, കുഞ്ഞുമോൻ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ വഫാത്താമൻ തന്നെ 10-12 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ ചെറിയ മോനെ വിളിച്ചിട്ടാ പറഞ്ഞത്, മോനെ ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ എന്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കാവൂ മോനെ. ഫൈദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ എന്ത് സഹായത്തിൽ തേടുന്നു അല്ലാഹുവിന്റെ സഹായത്തിൽ തേടാൻ പാടുള്ളൂ മോനെ. ആരോടാ പറയണത്? മൂത്താപ്പാന്റെ മോൻ പൊന്നു മോനെ മടിയിലിട്ടിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ് റസൂലുള്ളാഹി തങ്ങൾ. നമ്മൾ പറയുന്നു അത് പിന്നെ മനസ്സിലായിക്കോളൂ, ഇപ്പൊ തങ്ങൾക്ക് പോയാലും കുഴപ്പമില്ല, ജാറത്തിൽ പോയിട്ട് ഉമ്മിട്ടാലും കുഴപ്പമില്ല, അത് പിന്നെ മനസ്സിലായിക്കോളൂ. എപ്പോ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, എത്രയും പെട്ടെന്ന് ഈമാൻ സ്വഹീഹാക്കുക. രണ്ട്, മരിക്കുന്നത് വരെ ഈമാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടു പോകാതിരിക്കാൻ, ഡിസ്മിസ് ചെയ്യപ്പെട്ടു പോകാതിരിക്കാൻ സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കുക. ആ അമലുകൾക്ക് വേണ്ടി റസൂലി സുന്നത്ത് പൂർണ്ണമായി പിന്തുടരുക. മരിക്കുന്ന സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് സജീവമായിരിക്കണം. നാളെ അല്ലാഹനെ കണ്ടുമുട്ടുമ്പോഴും ആ രേഖ അനിവാര്യമാണ്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പേ ഈമാൻ ക്ലിയറാക്കാൻ മെനക്കെട്ടുകൊള്ളുക. സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കുക. ആ അമലുകൾക്ക് വേണ്ടി റസൂലി സുന്നത്ത് പൂർണ്ണമായി പിന്തുടരുക. മരിക്കുന്ന സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് സജീവമായിരിക്കണം. നാളെ അല്ലാഹനെ കണ്ടുമുട്ടുമ്പോഴും ആ രേഖ അനിവാര്യമാണ്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പേ ഈമാൻ ക്ലിയറാക്കാൻ മെനക്കെട്ടുകൊള്ളുക. ശിർക്കിന്റെ ചേരുവയില്ലാത്ത ഈമാൻ, ബിദ്അത്തിന്റെ അംശമില്ലാത്ത അഅ്മാൽ. അല്ലാഹു എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. എനിക്കും നിങ്ങൾക്കും നല്ല വഴി തുറന്നു തരട്ടെ. ഇത്തരം മജ്ലിസുകൾ അതിനുവേണ്ടി ഒരുങ്ങാൻ നമുക്ക് അല്ലാഹു അവസരമുണ്ടാക്കി തരട്ടെ. പറഞ്ഞ വാക്കുകളും കേട്ട വാക്കുകളും നാളെ ആഖിറത്തിൽ നന്മയുടെ തുലാസിൽ തൂക്കം കൂട്ടുന്ന വാക്കുകളാക്കി അല്ലാഹു അംഗീകരിച്ച് തരട്ടെ. നമ്മിൽ നിന്ന് രോഗികളായി കിടക്കുന്നവർ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, പേരറിയുന്നതും അറിയാത്തതുമായ വിവിധ രോഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്നവർ കുഞ്ഞു കുട്ടികളുടെ കൂട്ടത്തിലുണ്ട്, വലിയവരുണ്ട്, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, മനുഷ്യരല്ലാത്ത ജീവികളുണ്ട്. അള്ളാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫയാക്കി തരികയും അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് ആഫിയത്ത് മടക്കി തരികയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ അവർ ബർസഖിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അടുക്കലാണ് ചിലർ, അള്ളാഹുവിൽ നിന്ന് അകലത്തിലാണ് ചിലർ. എല്ലാവരെയും അള്ളാഹു അവൻ്റെ അടുപ്പത്തിൽ നിർത്തുകയും നാളെ നാമം ബർസഖിലെത്തിയാൽ അവരോടൊപ്പം ചേർന്ന് ജന്നത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരാൻ അള്ളാഹു എന്താണോ വേണ്ടത് അത് അവൻ്റെ ഔദാര്യം കൊണ്ട് തന്ന് അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി